എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാം ചെറിയൊരു വീഡിയോ ശകലത്തിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയ യാത്രയാണ്. ബൈക്കല്ല കേട്ടോ, ബസ്സിലാണ് യാത്ര. പല സ്ഥലങ്ങളിലൂടെ കറങ്ങിയ യാത്രയാണ്. ഒരു പ്ലാനുമായിട്ട് പോയി പിന്നീട് ചില പ്ലാനുകളില്ലാതെ സമയം കളയാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ കൂടി പോയ ചെറിയ യാത്രകളുടെ ചെറിയ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ KSRTC കോംപ്ലക്സിലാണ്. കണ്ണൂർ KSRTCയിൽ നിന്ന് നമ്മൾ ബസ്സിലാണ് ഇന്നത്തെ ആദ്യ യാത്ര തുടങ്ങുന്നത്. യാത്ര പോകുന്നത് എൻ്റെ പ്രിയ ബസ്സുകളിലൊന്നായ മിന്നൽ സർവീസിൽ തന്നെയാണ്. കാസർഗോഡ് കോട്ടയം മിന്നലിനാണ് ആദ്യത്തെ യാത്ര. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഹോട്ട് സീറ്റ് തന്നെ കിട്ടി, ഫ്രണ്ടിലത്തെ സീറ്റ് തന്നെ കിട്ടി, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട സീറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ബസ്സിന് വേണ്ടി കാത്തിരിക്കണം. 11 മണിയാണ് കണ്ണൂർ മിന്നലിൻ്റെ ടൈം. പക്ഷേ നമ്മുടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് 11:30യോളമായി വണ്ടി കണ്ണൂർ സ്റ്റാൻഡിലെത്തുമ്പം ഇടയ്ക്ക് അവർ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴേക്കും അത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും സമയം കൊണ്ട് വെയിറ്റ് ചെയ്തു. എന്നാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ റോഡ് കണ്ടീഷനൊക്കെ നമുക്കറിയാമല്ലോ, അത്രത്തോളം ലേറ്റ് ആയിട്ടാണ് വരുന്നതൊക്കെ. ഇതാ നമ്മുടെ വണ്ടി വരുന്നുണ്ട്. കാസർഗോഡ് കോട്ടയം ടാറ്റ ബസ്സാണ്, SET 208. വണ്ടി കുറേ പഴയതായി. ഇപ്പം സീറ്റൊക്കെ കണ്ടില്ല, എല്ലാം പൊളിഞ്ഞു തുടങ്ങി. ഇതൊക്കെ മാറ്റേണ്ട സമയമായിരിക്കുന്നു. അവിടെ കണ്ണൂരിനധികം താമസിക്കാതെ 5 മിനിറ്റ് കൊണ്ട് തന്നെ ബസ് എടുത്തു. പിന്നെ കോട്ടയത്തേക്കുള്ള യാത്രയാണ്. കോഴിക്കോട്, തൃശ്ശൂർ, അങ്കമാലി, മൂവാറ്റുപുഴ, എറണാകുളം, കോട്ടയം ഇത്ര സ്റ്റോപ്പുകൾ മാത്രമേ ഈ ബസ്സിനുള്ളൂ. ഈ പറയുമ്പോൾ ഇടയ്ക്ക് ചില തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പിന്നീടൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, പറയുന്നത് എന്താണോ അത് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മിന്നൽ എറണാകുളം പോകുന്നില്ല, തിരുവനന്തപുരം മിന്നൽ മാത്രമാണ് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നുള്ളത്. അപ്പം വണ്ടി വിട്ടു. ചെറിയ മഴയും ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മുഴപ്പിലാണ്ട് ബൈപ്പാസൊക്കെ കയറിയപ്പം കുറച്ച് സ്പീഡായിട്ട് പോകാൻ പറ്റി. കണ്ണൂർ ടൗണിൽ നിന്നൊക്കെ കുറച്ച് മെല്ലെ തന്നെയാണ് പോയത്. അതിനുശേഷം ബൈപ്പാസ് പെട്ടെന്ന് കഴിഞ്ഞു. പിന്നീട് കോഴിക്കോട് വരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള യാത്രയായിരുന്നു. ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം, പുതിയ മുഴപ്പിലങ്ങാട് ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമുള്ളത് കുഞ്ഞിപ്പള്ളിക്ക് ശേഷം കോഴിക്കോട് വെങ്ങളം വരെയും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അത് പറയാൻ പലയിടത്തും റോഡിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, ചെളി ഉണ്ടായിരുന്നു, കുളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാരണം കൊണ്ട് യാത്ര വൈകി. എങ്കിലും മിന്നൽ നമ്മളെ ഒരുപാടൊന്നും താമസിപ്പിക്കാതെ 5:20 എന്നുള്ള ടൈം 6:20, 1 മണിക്കൂർ താമസിപ്പിച്ചിട്ടായാലും അവിടെ എത്തി. കാരണം കോഴിക്കോട് എത്തുമ്പോൾ ശരിക്കും മിന്നൽ റണ്ണിങ് ടൈം 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. പക്ഷേ അവിടുന്ന് അത് പിന്നെ റോഡിൽ പിടിച്ച് 6:30 അവർ കോട്ടയത്ത് എത്തിച്ചു തന്നു. അപ്പം കുറച്ചും കൂടെ ബസ് നല്ലതാണെങ്കിലുണ്ടല്ലോ, നമുക്ക് യാത്ര കുറച്ചും കൂടെ സുഖകരമായിരിക്കും ഈ ബസ്സിന്. നമുക്കിപ്പം അത്ര പറപ്പിച്ചൊന്നും പോയിട്ടില്ലെങ്കിലും നമ്മൾ ആ യാത്ര ചെയ്യുമ്പം കുറച്ചും കൂടെ സീറ്റൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ, മൊബൈൽ ചാർജിങ് പോർട്ടൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് യാത്രയെപ്പറ്റി എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെയാണ്. പിന്നെ അവിടെ എത്തിയതിന് ശേഷം അൺപ്ലാൻഡ് ആയിട്ടുള്ള കുറച്ച് യാത്രയുണ്ട്, അതും കണ്ടു. രാത്രിയെ പകലാക്കുന്ന കോഴിക്കോട് ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോഴിക്കോട് സ്റ്റാൻഡിൽ KSRTCയിൽ വന്നിരിക്കാൻ. അപ്പോൾ ഇതിൻ്റെ തൂണുകളെ എനിക്കൊരു പിടുത്തവും കിട്ടത്തില്ല. തവണത്തെ ബിഗ് ബോസിൽ പറഞ്ഞ പോലെ, സാബുമാൻ പറഞ്ഞ പോലെ, അനീഷേട്ടന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ശരിക്കും നല്ലൊരു സർവീസാണ് ഈ KSRTC പിന്നിൽ. കുറേ വർഷങ്ങൾക്ക് മുൻപ് KSRTCയിലെ MD ശ്രീ രാജമാണിക്യം സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സർവീസായിരുന്നു. ഇതിന് മുന്നേ സിൽവർ ലൈൻ ജെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സർവീസായിരുന്നു. അപ്പം അത് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചും കൂടി ടൈം ഷെഡ്യൂളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു ബസ്സാണ് ഈ മിന്നൽ ബസ്. അപ്പോൾ ഇതിന് സ്പെഷ്യൽ കൺസിഡറേഷനും സ്പെഷ്യൽ പ്രിവിലേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ റോട്ടിലിറക്കിയതാണ്. അത് പ്രത്യേകം തന്നെ അറിയാം. ഇത് ഒരു ജില്ലാ ആസ്ഥാനത്തുള്ള സ്റ്റോപ്പ് അല്ലാതെ മറ്റ് സ്റ്റോപ്പുകളിലൊന്നും നിർത്തില്ല എന്നറിയാം. എങ്കിലും ഇതൊക്കെ അറിഞ്ഞിട്ടും ചിലർ ഈ ബസ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറുന്ന പോലെയുണ്ട്. കാരണം ഞാൻ കണ്ണൂർ എവിടെ ഇരിക്കുമ്പോൾ 2-3 പേര് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിന്നലാണ്, കുഴപ്പമില്ല, നമ്മൾ റിസർവേഷൻ ചെയ്യുന്നുണ്ട്, കോഴിക്കോട് റിസർവേഷൻ ചെയ്യാണ്, വടകര നമുക്ക് നിർത്തിത്തരും, നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, നിർത്തിത്തരും. അവർക്ക് അതിന് ശേഷം മുന്നേ ഒക്കെ ബസ്സുണ്ട്. പക്ഷേ ഇവർ പേർപ്പസ്ഫുള്ളി ഇതിനകത്ത് കയറുകയാണ് പെട്ടെന്ന് എത്തുന്നുള്ള കാരണത്തിൽ. പക്ഷേ ഏതായാലും ആ ബസ്സിൻ്റെ ജീവനക്കാർ അവർ കൃത്യമായിട്ട് ആ ഡ്യൂട്ടിയോടുള്ള നീതി പുലർത്തി അവർ നിർത്തി കൊടുത്തില്ല. അവർ പറഞ്ഞു ബ്ലോക്കിൽ എവിടെയെങ്കിലും വണ്ടി നിന്നായിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ഡോർ തുറന്നു തരുള്ളൂ, അല്ലാതെ തുറന്നു തരില്ല എന്ന് പറഞ്ഞു. ഏതായാലും വടകര കഴിഞ്ഞൊരു 10-15 കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോഴാണ് അവരെന്താണ് കുറച്ച് നേരത്തെ എത്താൻ വേണ്ടിയിട്ടാണല്ലോ മിന്നലിൽ കയറിയിട്ടുണ്ടാവുക. ഇപ്പം 1 മണിക്കൂറിലേറെ താമസിച്ച് വീണ്ടും അടുത്ത ബസ് കയറിയിട്ട് വേണ്ടി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് അറിയാമെങ്കിലും ഇതിനെ നശിപ്പിക്കുന്നത്. ഈ ബസ്സിൽ പ്രത്യേകം ടിക്കറ്റ് ഓൺലൈൻ റിസർവേഷൻ ചെയ്യുമ്പോൾ തന്നെ ബസ്സിൻ്റെ സ്റ്റോപ്പ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കതിനകത്ത് കാണിക്കുന്നുണ്ട് പോർട്ടലിൽ തന്നെ. എങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാതെ ആളുകൾ ചെയ്യണം. നമ്മളൊരു സർവീസ് വന്നാൽ നമുക്ക് ട്രെയിനിന് അങ്ങനെ തോന്നും പോലെ. ഇപ്പോൾ രാജധാനി എക്സ്പ്രസ് തലശ്ശേരി നിർത്തണമെന്ന് പറഞ്ഞാൽ നിർത്തോ? ഇല്ല, അത് കണ്ണൂർ മാത്രമേ നിർത്തുള്ളൂ, കോഴിക്കോട് വിട്ടാൽ എന്ന് പറയുന്ന പോലെയുള്ള ഒരു പ്രിവിലേജ് ഉള്ളൊരു വണ്ടിയാണിത്.
അപ്പം ഇതിനെ നശിപ്പിക്കാതെ കൊണ്ടുപോകാന്നുള്ളത് യാത്രക്കാർക്കും ബാധ്യതയാണ്. ഇനി KSRTCയോട് പറയാനുള്ളത്, ഈ ബസ് കുറച്ചും കൂടെയൊക്കെ നന്നാക്കി എടുക്കണം. കുറച്ചും കൂടി നല്ല ബസ് വേണം, സീറ്റിംഗ് കംഫർട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. ഇത് സ്പെഷ്യലിസ്റ്റ് ചൂസ് ചെയ്തിട്ട് കയറുന്ന ആളുകളുണ്ട്. ഈ ബസ്സിൽ തന്നെ പോകണം എന്ന് സ്പെഷ്യൽ ഇൻറ്റൻഷൻ വെച്ചിട്ട് പോകുന്ന ആളുണ്ട്. അപ്പം അവരോട് കുറച്ച് നീതി പുലർത്തണം. ചാർജിങ് ബോട്ടിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം, സീറ്റ് കാര്യങ്ങളൊക്കെ നല്ലതാണോ നോക്കണം, ഇൻക്ലൈനറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. ആ മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്യണം. വണ്ടിയുടെ ടയർ കണ്ടീഷൻ, പ്രത്യേകിച്ച് ഇതൊരു ലോങ് സർവീസ് ബസ്സാണ്, വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ബസ്സാണ്. അപ്പം ഇതിൻ്റെ ടയർ കണ്ടീഷൻ, ബ്രേക്ക് കണ്ടീഷനൊക്കെ എല്ലാ സർവീസ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് KSRTCയുടെ ഉത്തരവാദിത്തമാണ്. അത് ഒരു പരിധിവരെയെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കുറച്ച് ലക്ഷറീസ് ആകാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനിയുള്ള കാലത്ത് നമ്മുടെ പഴയ പാട്ടയും തകിടും വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം സ്വിഫ്റ്റ് ആയി കഴിഞ്ഞാലും അത് വളരെ മോശമാകുമ്പോൾ ആളുകൾ കൃത്യമായിട്ട് തന്നെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും തന്നെ ഞാൻ കോട്ടയം എത്തിയ കാഴ്ചയാണ്. കാരണം ഇടയ്ക്ക് ഞാൻ കോഴിക്കോട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉറങ്ങിയിരുന്നു. പിന്നെ തൃശ്ശൂർ സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ, കോഴിക്കോട് വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കോട്ടയത്ത് എത്തിയപ്പോൾ തന്നെ 6:30, 1 മണിക്കൂർ ലേറ്റായി. കോട്ടയത്ത് എത്തുമ്പം എന്നാലും കുഴപ്പമില്ലാത്തൊരു റൈഡായിരുന്നു. അവർ നന്നായിട്ട് കൊണ്ടുപോയി. അത്ര മോശമായിട്ട് വണ്ടി ഓടിച്ചൊന്നും പറയാനില്ല, നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. ബമ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ശ്രദ്ധിച്ച് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കോട്ടയം പട്ടണത്തിലെത്തുമ്പോഴേ ഇപ്പോഴും എനിക്ക് പിടുത്തം കിട്ടാത്തൊരു പടവലപ്പന്തലുണ്ട്. അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതിൽ പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും കാണുന്നതായിട്ട് എനിക്കറിയില്ല. കുറേ പക്ഷികൾക്ക് ഇരിക്കാൻ പറ്റുമായിരിക്കും, അതല്ലാതെ എന്തിനാണ് കുറേ ലക്ഷങ്ങളിൽ ചിലവഴിച്ച് ആ കോട്ടയം നഗര മധ്യത്തിൽ തന്നെ ഒരു വട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. കാരണം ഒന്നുമില്ലേ, കുറേ പച്ചക്കറികളുണ്ട്, നമുക്കങ്ങനെ നട റോട്ടിൽ പച്ചക്കറി നടാൻ പറ്റില്ലല്ലോ. അപ്പം ഓക്കെ, ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ്. ആ പറഞ്ഞ തമാശയിലും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്. പിന്നെ അപ്പോൾ എന്തായാലും കോട്ടയം KSRTC സ്റ്റാൻഡിലോട്ട് കയറുകയാണ് ബസ്. അപ്പം കോട്ടയം KSRTC സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് വളരെ ചെറിയൊരു, ഒരുപാട് ബസ്സുകൾ കയറി ഇറങ്ങി പോകുന്ന ഒരു ബസ് സ്റ്റേഷനാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്, വൃത്തിയില്ല. കടകളുടെ കാര്യങ്ങളൊക്കെ ആയാലും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. നല്ല സൗകര്യങ്ങളില്ല എന്ന് തന്നെ പറയാം. കേരളത്തിലെ പല KSRTC സ്റ്റാൻഡുകളും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല രീതിയിലുള്ള മികച്ച ഒരു എന്തെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഞാനിപ്പോൾ യാത്ര പോകുന്നത് കോട്ടയത്ത് നിന്ന് നേരെ കോഴഞ്ചേരിയിലേക്കാണ്. കോഴഞ്ചേരി എന്ന് പറയുന്നത് രാമൻ കൺവെൻഷൻ കിടക്കുന്ന പമ്പാനദിയുടെ തീരത്ത് അവിടെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട്, അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ താമസിപ്പിച്ചില്ല. കോട്ടയത്ത് നിന്ന് അതൊന്നും താമസിക്കാതെ തന്നെ അടുത്ത ബസ്സിൽ കയറി. അതൊരു സൂപ്പർ ഫാസ്റ്റാണ്, തിരുവനന്തപുരത്തേക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റായിരുന്നു. അപ്പം അതിൽ ഞാൻ കയറി തിരുവനന്തപുരം ബസ്സിന് നേരെ കോഴഞ്ചേരി പോയി ഇറങ്ങുകയാണ് ചെയ്തത്. പറഞ്ഞാൽ ഒരു ചെറിയ തിരുത്തുണ്ട്, കോഴഞ്ചേരി അല്ല തിരുവല്ലയാണ് ഇറങ്ങിയത്. തിരുവല്ല ഇറങ്ങിയിട്ട് അടുത്ത മറ്റൊരു പ്രൈവറ്റ് ബസ്സിലാണ് ഞാൻ കോഴഞ്ചേരി ചെന്നിറങ്ങിയത്. പറഞ്ഞപ്പോൾ ഫ്ലോ ആയിൽ അങ്ങനെ വന്നു പോയതാണ്, അത് ക്ഷമിക്കാറുണ്ട്. എന്തൊക്കെ ശ്രദ്ധിക്കുന്നത് അറിയുന്നവരുണ്ട്. പറയും തിരുവനന്തപുരം ബസ് അങ്ങനെ കോഴഞ്ചേരി കൂടി പോകുന്നില്ലല്ലോ, കോട്ടയം നിന്ന് അങ്ങനെ പത്തനംതിട്ട കൂടി പോകുന്ന ബസ്സുകൾ വളരെ കുറവാണല്ലോ, എല്ലാം നേരെ തിരുവല്ല, അടൂർ, പന്തളം അങ്ങനെയാണല്ലോ പോകുന്നതെന്ന് പറയും. അപ്പം എൻ്റെ ഫ്രണ്ട് ഇതാണ്, കണ്ടോ, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി റെക്കോർഡ് ചെയ്തതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി, ഞങ്ങൾ ഖത്തറിൽ ഒന്നിച്ചുണ്ടായിരുന്നായിരുന്നു. അപ്പം ഞങ്ങൾ അവൻ്റെ പുള്ളിയുടെ വീട്ടിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. പുള്ളിനെ തിരിച്ച് ഡ്രോപ്പ് ചെയ്തു. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പത്തനംതിട്ട ജില്ലയിലാണെന്ന് തോന്നി ഈ പാലം, കോഴഞ്ചേരി പാലം. നല്ല മഴയായതുകൊണ്ട് തന്നെ പുഴയിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. 2018 മഹാപ്രളയത്തിൻ്റെ സമയത്ത് ഈ പാലം മുട്ടി എന്ന് പറയുന്ന പോലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അത്രയും ഭയങ്കര വെള്ളമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ കാണുമ്പോൾ പേടിയാകുന്നുണ്ട്, അത്ര വെള്ളമാണ് ഇപ്പം. അപ്പോൾ ആ 2018 മഹാപ്രളയത്തിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാനൊരു നിമിഷം ചിന്തിച്ചു പോയി. ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ആറന്മുള ഏരിയയാണ്. അവിടുത്തെ പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആറന്മുള വിമാനത്താവളമൊക്കെ വരുന്നൊക്കെ പറഞ്ഞ പ്രപ്പോസ് സ്ഥലത്തൂടെയൊക്കെ പുള്ളി എന്നെ കൊണ്ട് കാണിച്ചു. ഏതാണ്ട് ഈ ഭാഗങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ വെള്ളമൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വെള്ളക്കെട്ടിൻ്റെ കാര്യങ്ങളും അരുവികളും പുഴകളും തോടുകളും, എപ്പോഴും ജലസമൃദ്ധമായൊരു ഏരിയ ആണെന്ന് തോന്നുന്നു ഈ പത്തനംതിട്ട ജില്ല. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാൻ വളരെ നാച്ചുറലായിട്ട് തന്നെ, അതായത് ഈ സംസാരിക്കുന്നതൊന്നും മറ്റൊരു എഡിറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ പറഞ്ഞ് ഒരു തവണ റെക്കോർഡ് ചെയ്തതാണോ അത് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതിൽ വീഡിയോ പിടിക്കുന്നത്. കാരണം ഒന്നാമത് ഞാൻ പ്രൊഫഷണൽ ഒന്നുമല്ല, ഇതെൻ്റെ ഒരു ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടൊക്കെ ചെയ്യുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് ക്ലാരിറ്റി കുറവുണ്ടാകും, എഡിറ്റിംഗ് പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ അതിൻ്റെ രീതിയിലാണെന്ന് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പം പിന്നെ വീണ്ടും ഞാൻ അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഞാൻ തിരുവല്ല വന്ന്, തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി റൂട്ട് കൂടി ആലപ്പുഴയ്ക്കാണ് ഞാൻ പോകുന്നത്. അതൊരു പ്രത്യേക വൈബുള്ള യാത്രയാണ്. ഞാൻ ബൈക്ക് യാത്ര ഇതിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. അതിൽ ബൈക്ക് യാത്ര പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അതിലും KSRTC ബസ്സിൽ അതിൽ യാത്ര ചെയ്തു. രണ്ട് സൈഡും നമുക്കിങ്ങനെ ബാക്ക് വാട്ടർ, വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നത് കാണാം. പിന്നെ അങ്ങനെ ഞാൻ പോയി നെടുമുടി എന്നൊരു സ്ഥലത്ത് ഞാൻ ബസ് ഇറങ്ങി.
അപ്പോൾ എന്നോട് ബസ്സിൽ അവർ പറഞ്ഞു 3:30 ഇവിടെ നിന്നൊരു ബോട്ടുണ്ട് ആലപ്പുഴയ്ക്ക്. ആലപ്പുഴ വരെ 1.5 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര വൈബുള്ള യാത്രയായിരിക്കും. അപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നെടുമുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. പക്ഷേ എൻ്റെ ഭാഗ്യം കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം ആ ബോട്ട് ഒരു 5 മിനിറ്റ് ഞാൻ താമസിച്ചു പോയി അവിടെ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ബോട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ബോട്ടിന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ ചിലവഴിച്ചു. കായൽക്കരയിൽ കുറച്ച് നേരം ഇരുന്നിട്ട് വീണ്ടും തിരിച്ച് ഞാൻ ബസ്സിന് വന്ന് ആലപ്പുഴയ്ക്ക് തന്നെ തിരിച്ച് കയറി പോവുകയാണ് ചെയ്തത്. അപ്പം പറഞ്ഞു എന്ന് വെച്ചാൽ, ഞാൻ ഈ ആലപ്പുഴയിൽ പറയുമ്പം ഞാൻ മുന്നേ ആലപ്പുഴയിൽ നിന്ന് കൈനകരി, കാവാലം ആ ഏരിയയിൽ കൂടെ ബാക്ക് വാട്ടറിൽ കൂടെ തന്നെ സാധാരണ നമ്മുടെ KSRTC പോലത്തെ ഉള്ള ബോട്ടിൽ ലൈൻ ബോട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു ഫീലുള്ള യാത്ര തന്നെയാണ്. 1.5 മണിക്കൂറോളം മനസ്സിലായിട്ട് നമുക്ക് യാത്ര കിട്ടുന്നുണ്ട്. ഇതാണ് ഞാൻ നെടുമുടി എന്ന് പറഞ്ഞാൽ ബോട്ട് ചെട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയ പള്ളി കാണാം, ഒരു ഗ്രോട്ടോ ഉണ്ട്. അവിടെയൊക്കെ ഒരു 2 മിനിറ്റ് നിന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തപ്പോഴാണ് എൻ്റെ ബോട്ട് പോയത്. തിരിച്ചു വരുമ്പോൾ എടുത്താൽ മതിയായിരുന്നു, കുഴപ്പമില്ല. നമുക്കൊന്നും നഷ്ടപ്പെടേണ്ട, അല്ലെങ്കിലും ബോട്ട് നഷ്ടപ്പെട്ടു സാരില്ല. കുറച്ച് വിഷ്വൽസും വ്യൂസൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ കാഴ്ചകൾ അതുകൊണ്ട് കിട്ടി. വലിയ സംഭവമായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയൊരു ഓട്ടോയാണ്. അവിടെ ദൂരെയായിട്ടൊരു പള്ളി കാണാം. ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ വന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഈ കായലിൻ്റെ കരയോട് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കുകയാണെങ്കിൽ വരും. പക്ഷേ ഞാൻ അങ്ങനെ വരുന്നത് ഞാൻ ബൈക്കിന് റൈഡ് ചെയ്തിട്ട് തന്നെയായിരിക്കും വരുന്നുള്ള പ്ലാനുണ്ട്. അടുത്ത യാത്രയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ KSRTC പോലത്തെ ബോട്ടാണ്. ഈ ബോട്ടിൻ്റെ അടുത്തൊരു ചെറിയ ഗ്രോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബോട്ടിൻ്റെ ടൈമിംഗ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആലപ്പുഴയ്ക്കും ഒക്കെയുള്ള ടൈമിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മറ്റൊരു യാത്രയും കൂടെ മനസ്സിൽ പ്ലാനുണ്ട്. ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് ഒരു ബോട്ട് യാത്രയും കൂടെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ പോകണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലുള്ളത്. ഈ യാത്രകളൊക്കെ ചെയ്യുന്നത് നമ്മളിത് ഒരു ടൂറിസ്റ്റ് പോകുന്ന പോലെയല്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോവുകയാണ്. ഒരു ട്രാവലറായിട്ട് ഞാൻ പോവുകയാണ്. ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടി പോകുന്ന പോക്കിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്ത് അതൊക്കെ ജോയിൻ ചെയ്തൊരു ചെറിയ വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ യൂട്യൂബിലിടുന്നത്. അത് കാണുന്ന ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അവരുടെ ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ തുടർന്നും ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇനിയും തിരിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം കൂടുതൽ യാത്രകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനിയും ഒരുപാട് യാത്രകൾ, ഇനി മധ്യപ്രദേശിലേക്ക് ഇറക്കിയൊരു യാത്ര വരുന്നുണ്ട്. അപ്പം അതൊക്കെ റെക്കോർഡ് ചെയ്യണം. 1 സൈഡ് ട്രെയിനിലും റിട്ടേൺ വന്നിട്ട് ബസ്സിലും വരണം എന്നുള്ള പ്ലാനാണ്. അപ്പം ഞാൻ മുന്നേയും പോയിട്ടുണ്ട് ആദ്യ സ്ഥലത്തേക്ക്, നാഗ്പൂർ വരെ പോയിട്ടുണ്ട്. അപ്പം ഇത്തവണ മധ്യപ്രദേശിലേക്ക് പോകണം, റായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകണം. അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ആ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ അത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ വീഡിയോ എടുക്കണമെന്നുണ്ട്, സമയമെടുത്ത് ചെയ്യണമെന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഒട്ടും സമയമില്ലാത്ത സമയത്തും പോകുന്ന വഴിയിൽ ക്യാമറ ഓണാക്കി ചെയ്ത കാഴ്ചകളായതുകൊണ്ട് തന്നെയാണ് ഇതിലെ കാഴ്ചകൾക്ക് ഭംഗിക്കുറവുകളുണ്ടാകും, എഡിറ്റിംഗ് പ്രശ്നങ്ങളുണ്ടാകും, ടൈമിംഗ് പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന സാധാരണ ഫോണാണ്, അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാകും. അതൊന്നും കാര്യമാക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. അപ്പം ഈ വീഡിയോയുടെ കാഴ്ചകൾ ഏതാണ്ട് ഇവിടെ അവസാനിക്കാനായി. ആകെ ഒരു 15 മിനിറ്റ് കണക്കായിട്ട് മാത്രമേ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുവരെയും കാണുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഇനി കുറച്ച് മ്യൂസിക്കൊക്കെ കേട്ടിട്ട്, എന്നാലും എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ വഴി കൂടെ എന്തായാലും ബൈക്ക് ഓടിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. കാരണം നമുക്ക് ബൈക്കിനാകുമ്പം ഇതിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് കുറേ ചെറിയ ചെറിയ റോഡുകൾ കാണുന്നുണ്ട്. അവിടെ കുറേ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ എത്തിച്ച് ബോർഡൊക്കെ ഉണ്ട്. അപ്പം ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ അത് വേണമെങ്കിൽ ബൈക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വണ്ടിയിൽ വരണം. അപ്പം അതൊക്കെ സാധിക്കും പോലെയൊക്കെ ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോയുടെ ഓഡിയോയും കാഴ്ചകളൊക്കെ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ ഈ യാത്ര ഫൈനലൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആലപ്പുഴ വന്നു. ആലപ്പുഴയിൽ നിന്ന് ഒരു ട്രെയിനിന് വന്ന് എറണാകുളം വന്നിറങ്ങി, ലോക്കൽ ട്രെയിൻ എറണാകുളം വന്നിറങ്ങി. പിന്നെ അവിടെ നിന്ന് എനിക്ക് 6:45 എനിക്ക് KSRTCയുടെ സ്വിഫ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ സ്വിഫ്റ്റിൽ ഞാൻ കയറി തിരിച്ച് നാട്ടിലേക്ക് പോകാണ് ഉണ്ടായത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ യാത്ര. ഇതിനകത്ത് പ്രത്യേകിച്ച് പർപ്പസൊന്നുമില്ല, പ്രത്യേകിച്ച് സന്ദേശങ്ങളൊന്നുമില്ല. എങ്കിലും ഞാൻ കണ്ട കാഴ്ചകളിൽ ചില ഭാഗങ്ങളൊക്കെ ഒപ്പിയെടുത്തു. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഉറങ്ങാതിരിക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ പിടിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ നമുക്ക് ഈ യാത്രയുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.